കൊടുംചൂടിൽ വളരെയധികം ആശ്വാസം തരുന്ന ഒരു വാർത്ത വരികയാണ്. ചൂടിൽ കുളിർ പകരാൻ വ്യാഴാഴ്ച മുതൽ വേനൽ മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം വന്നിരിക്കുന്നു. താപനില കഴിഞ്ഞ ആഴ്ചത്തേതിൽ നിന്ന് 3 ഡിഗ്രി വരെ കുറഞ്ഞിട്ടുണ്ട്. നേരിയ ആശ്വാസത്തിന് അതും വക നൽകുന്ന ഒരു സംഗതിയാണ്. തെലങ്കാനയ്ക്ക് മുകളിൽ രൂപം കൊണ്ട ചക്രവാത ചുഴി കർണാടകത്തിലേക്ക് നീങ്ങുന്നതോടെയാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. 4 ദിവസം കഴിഞ്ഞ് മഴ ശക്തി കുറഞ്ഞ് സാധാരണ രീതിയിലാകും. 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ഈ സമയത്ത് ലഭിക്കും. മധ്യവടക്കൻ ജില്ലകളിൽ തുടങ്ങുന്ന മഴ തുടർന്ന് തെക്കൻ ജില്ലകളിലും വ്യാപകമാകും. എറണാകുളം ജില്ലയിൽ ബുധനാഴ്ചയും വയനാട്ടിൽ വ്യാഴാഴ്ചയും യെല്ലോ അലർട്ടാണ്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. താപനില 41.8 ഡിഗ്രി വരെ പോയ പാലക്കാട് കഴിഞ്ഞ ദിവസം 38 രേഖപ്പെടുത്തി. 40 വരെ എത്തിയ തൃശൂരിൽ 36.6 ആയി താഴ്ന്നു. മറ്റു ജില്ലകളിൽ 2 ഡിഗ്രി വരെ കുറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി അനുഭവപ്പെടാം. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി ആയിരിക്കും. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രിയുമായിരിക്കും. കനത്ത ചൂടിന് കാരണമായ എൽ നീനോ പ്രതിഭാസം മെയ് പകുതിയോടെ മാറും എന്നാണ് മറ്റൊരു സൂചന. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തമായ കാറ്റുമൂലം രൂപപ്പെടുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്ത് ഇന്നുകൂടി തുടരും എന്നാണ് പ്രവചനം. ഇതുമൂലം തെക്കൻ തീരത്തും കന്യാകുമാരി, തൂത്തുക്കുടി, തെക്കൻ തമിഴ്നാട് തീരം 1.5 മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ രൂപപ്പെടും. ശക്തിയേറിയ കടലാക്രമണത്തിന് ഇത് ഇടയാക്കുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇവിടങ്ങളിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ്. മത്സ്യബന്ധനം പാടില്ല. കടലാക്രമണത്തെ തുടർന്ന് തിരുവനന്തപുരം പൂന്തുറയിൽ കഴിഞ്ഞ ദിവസം 3 വീടുകൾ ഭാഗികമായി തകർന്നിരുന്നു. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്കിൽ ഏറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം, എടവിലങ് പഞ്ചായത്തിലെ അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലും കടൽ കരയിലേക്ക് കടന്നു. 5 വീടുകളിൽ വെള്ളം കയറി. ആലപ്പുഴ, തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലായി 50 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. വേനൽക്കാലത്ത് പ്രതീക്ഷിക്കുന്ന ആകെ മഴ 359 മില്ലിമീറ്ററാണ്. ഇതുവരെ 58.7 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിച്ചുള്ളൂ. മാർച്ച് 1 മുതൽ കഴിഞ്ഞ ദിവസം വരെ ഉള്ളതാണിത്. 162.6 മില്ലിമീറ്ററാണ് ഈ കാലയളവിൽ ലഭിക്കേണ്ടിയിരുന്നത്. 64% കുറവ്. അതേസമയം ഇടിമിന്നൽ ഭീഷണിയുള്ളതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നൽ ഉള്ള സമയത്ത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഇത് കട്ട് ചെയ്തിട്ട് നീ അടുത്ത ഓണാക്കിയിട്ട് നീ